ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മാംഗോയുടെ കുട്ടി മാംഗോ കേക്ക് തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാം. അപ്പച്ചട്ടിയിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം വരും, നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ നല്ലൊരു മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പീൽ ഔട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ക്യൂബ്സ് ആക്കി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്തൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ, നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഞാനിവിടെ ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോളൂ. ശേഷം ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ എന്ന് വെച്ചാൽ സ്മെല്ലില്ലാത്ത ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം ഞാനൊരു 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു 2 ഞുള്ള് നമ്മുടെ യെല്ലോ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കളറാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടീസ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. സ്ട്രെയിനർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് മൈദപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച്, സ്പൂൺ വെച്ചാൽ ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ ഒരേ ഡയറക്ഷനിലോട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ച് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ നോക്കിക്കോളൂ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് റെഡി ആവേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ അപ്പച്ചട്ടിയിൽ മിനി മാംഗോ കേക്കല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇത് ബേക്ക് ചെയ്യുന്നത് ആദ്യം ഒരു തവ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ അപ്പച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാതെ ഒരു ഹാഫ് പോർഷനായിട്ട് നമുക്ക് നമ്മുടെ മാവ് ഓരോ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മാവ് ഇവിടെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മേൾവശം നന്നായിട്ടൊന്ന് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക്സ് എല്ലാം അപ്പച്ചട്ടിയിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തൊരു പ്ലേറ്റിലോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, അതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം നന്നായിട്ടൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഉള്ളിലത്തെ ടെക്സ്ചറൊക്കെ നോക്കിക്കോളൂ, നല്ല സ്പഞ്ചി ആയിട്ട് തന്നെയാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഡിയേഴ്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മിനി മാംഗോ കേക്കിൻ്റെ റെസിപ്പി? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.